റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം. സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭയിൽ സബർബൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ശുദ്ധജല പ്ലാന്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 12-ന് ചരണിയിൽ വെച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണത്തിനായി ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ വാക്കേറ്റമുണ്ടായി. സ്ഥലം സംബന്ധിച്ച വിഷയത്തിലാണ് തർക്കമുണ്ടായത്. അരീക്കോട് സാളി ഗ്രാമത്തിന് സമീപം ചാലിയാർ പുഴയിൽ കിണർ നിർമ്മിച്ച് വെള്ളം ചരണിയിൽ സ്ഥാപിക്കുന്ന ജലസംഭരണിയിലേക്ക് പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് നഗരപ്രദേശത്തേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനായി ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. നഗരസഭാ വൈസ് ചെയർമാനും കൗൺസിലർമാരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പയ്യനാട്, എലയമ്പ്ര, തടപ്പറമ്പ് ഭാഗങ്ങളിലാണ് കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഈ ഭാഗങ്ങളിലെ 10,000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിഭവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണിത്. പദ്ധതിയുടെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും കാണിക്കാത്ത നഗരസഭ പദ്ധതിയുടെ നടത്തിപ്പിൽ മാത്രം വാശി കാണിക്കുന്നത് മ്ലേച്ഛമായ രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബു പറഞ്ഞു. ഇന്ന് സംഘാടക സമിതിക്ക് വിളിച്ചു ചേർക്കുമ്പോൾ വളരെ ദൗർഭാഗ്യമായ സംഭവം ഉണ്ടായിട്ടുള്ളത്, ഈ പ്ലാന്റ്, ഈ കുടിവെള്ള പദ്ധതി 72 കോടി 58 ലക്ഷം രൂപയുടെ ഈ കുടിവെള്ള പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ നഗരസഭയ്ക്ക് ഇതിൽ യാതൊരു റോളുമില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ മാന്യത എന്ന നിലയ്ക്ക്, ജനാധിപത്യ സംവിധാനത്തിൻ്റെ മാന്യത എന്ന നിലയ്ക്ക് ഇത് ഇവിടെ സംഘാടക സമിതി രൂപീകരിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കുന്ന തനി മ്ലേച്ഛമായ രാഷ്ട്രീയമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇന്നിവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ചരണിയിൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഉദ്ഘാടനം അവിടെ നടത്താൻ തീരുമാനിച്ചത് എന്നാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. സബർബൻ കുടിവെള്ള പദ്ധതിയാണ്, അതിന്റെ പ്ലാന്റ് ചരണിയിലാണ്, അതിന്റെ ഉദ്ഘാടനമാണ് അന്ന് നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ ആസൂത്രിത നീക്കമാണ് LDF നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് യോഗം പിരിച്ചുവിട്ടു. ശേഷം ചെയർപേഴ്സന്റെ ചേംബറിൽ നിന്നും പ്രതിഷേധവുമായി LDF കൗൺസിലർമാർ നഗരസഭാ കവാടം വരെ മുദ്രാവാക്യവുമായി എത്തി പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.